ഞാനൊരു 2 വർഷമായിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. ലൈക്ക് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഒരു 6 മാസം സമയം പറഞ്ഞത് ഒരു 1.5 വർഷം വരെ അവർ അത് ഡിലേ ആക്കി കുറേ കയ്യിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ പോവുകയും അവസാനം ജോലി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഖത്തറിലോട്ട് പോയത്. ഖത്തറിലൊരു വിസ എടുത്ത് പോയിട്ട് അവിടെ ജോലി അന്വേഷിക്കാനായിട്ട്. അവിടെ പോയിട്ടും എനിക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാനപ്പം അങ്ങനെ കുറേ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ 2 വർഷമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അമ്മേനെ ഞാൻ ഈ സ്ഥിരം വരുമ്പോഴേ എനിക്ക് ഈ വലിയ വിശ്വാസമില്ല, കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരുന്ന് ഞാൻ അമ്മേനെ എപ്പോഴും കളിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇവിടെ വരുന്നു, ഇങ്ങനെ പോകുന്നു ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കും പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ അവസാനം അമ്മ ഇരിക്കിട്ടായ സമയത്ത് അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയും അമ്മയുടെ സഹോദരങ്ങളും കുറേ പേര് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ അവിടുന്ന് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ പതിയെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ ഖത്തറിൽ നിന്ന് കിട്ടി. അത് ഭയങ്കര എനിക്കൊരു അനുഭവമായിരുന്നു. ഞാൻ എത്ര നാൾ ഒരു 2-3 മാസം അവിടെ നിന്നിട്ട് ഒന്നും കിട്ടാത്ത സാധനം എടുത്തതിൻ്റെ പിറ്റേന്ന് ദിവസം തന്നെ എനിക്കൊരെണ്ണം വന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല. അപ്പം എപ്പോഴും എനിക്ക് ചെറിയൊരു വിഷമം, എന്നാലും എനിക്കൊരു സന്തോഷമുണ്ട്. എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയിരുന്ന സമയത്ത് എനിക്ക് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ അമ്മയുടെ ഒരു ചേച്ചിയുടെ മകനുണ്ടായിരുന്നു, രാജേഷ് എന്ന് പറഞ്ഞ്. ചേട്ടാ ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട്. ചേട്ടായോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടാ എനിക്കൊരു ക്ലീനിങ്ങിൻ്റെ പണിയാണെങ്കിലും എന്തെങ്കിലും ഒരു പണി എനിക്ക് അവിടെ നിന്ന് ഒപ്പിച്ച് തരുമോ? ചേട്ടാ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചേട്ടായുടെ അവിടെ തന്നെ ഒരു IT-യുടെ വേക്കൻസി വന്നപ്പോഴത്തേക്കും ചേട്ടാ എന്നെ റെഫർ ചെയ്തു. അവിടുത്തെ ഒരു സൈറ്റ് വന്നിട്ട് എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു. ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എൻ്റെ ഇംഗ്ലീഷ് പോരാ എന്ന് പറഞ്ഞ് അവരത് റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു. ഒത്തിരി വെച്ചിട്ടും എനിക്ക് ഒരു എന്തോ അത്ഭുതം പോലെ അവരെനിക്കൊരു രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അത് ആദ്യം എന്നെ ഇൻ്റർവ്യൂ എടുത്തത് ഒരു ഹിന്ദിക്കാരനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്കും ഒരു ഫോറിനർ തന്നെയാണ് വന്നത്. അപ്പം ഒന്നാമത് ഇംഗ്ലീഷ് പോരെന്നും പറഞ്ഞാണ് എന്നെ ഫസ്റ്റ് റിജക്റ്റ് ചെയ്തത്. രണ്ടാമത് ഫോറിനറോട് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ ഈ അമ്മ തന്നു വിട്ട മാതാവിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും കൈ പിടിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ പെർഫോം ചെയ്തു. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു. അവിടുത്തെ ഓഫർ ലെറ്റർ എനിക്ക് വരികയത്. എനിക്ക് ഒരു ഭയങ്കര അനുഭവമായിരുന്നു അത്. കാരണം ഒരു ഓൾമോസ്റ്റ് 2 വർഷം ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ എന്ത് പണിക്കും പോകുന്ന സമയത്ത് എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി തിരിച്ച് കിട്ടി. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു.